ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചില്ലു ബെല്ലു ഹില്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാമായണ മാസമായ കർക്കിടക മാസത്തിൽ നടക്കുന്ന രാമായണ ക്വിസിൻ്റെ 5ാം ഭാഗവുമായാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഈ വീഡിയോയും ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസും കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും രാമായണ ക്വിസിൽ വിജയിക്കാം. ഇതുപോലെയുള്ള മറ്റ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഈ വീഡിയോ മുഴുവനായും കാണുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദികാവ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതിഹാസം ഏത്? ഉത്തരം വാത്മീകി രാമായണം. ആദ്യ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം വാത്മീകി. സാധാരണയായി കർക്കിടകം മാസത്തിൽ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം ഏത്? ഉത്തരം അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചത് ആര്? ഉത്തരം തുഞ്ചത്ത് എഴുത്തച്ഛൻ. അധ്യാത്മരാമായണം കിളിപ്പാട്ട് തുടങ്ങുന്നത് ഏത് പദത്തോടു കൂടിയാണ്? ഉത്തരം ശ്രീരാമ രാമ രാമ. അധ്യാത്മരാമായണത്തിലെ ആദ്യത്തെ കാണ്ഡത്തിന്റെ പേര് എന്ത്? ഉത്തരം ബാലകാണ്ഡം. അധ്യാത്മരാമായണം ആര് തമ്മിലുള്ള സംവാദമായിട്ടാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ഉത്തരം ഉമാമഹേശ്വരന്മാർ. വാത്മീകിക്ക് രാമായണം ഉപദേശിച്ചത് ആരായിരുന്നു? ഉത്തരം നാരദ മഹർഷി. വാത്മീകിക്ക് ഏതു നദിയിൽ സ്നാനത്തിന് പോയപ്പോഴാണ് കാട്ടാളൻ ക്രൗഞ്ചപക്ഷിയെ വധിച്ചത് കാണാൻ ഇടയായത്? ഉത്തരം തമസാ നദി. വാത്മീകി ആദ്യമായി രചിച്ച ശ്ലോകം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഉത്തരം മാ നിഷാദ. വാത്മീകി രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളാണ് ഉള്ളത്? ഉത്തരം 7. വാത്മീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ട്? ഉത്തരം 24,000 ശ്ലോകങ്ങൾ. ദശരഥ മഹാരാജാവിൻ്റെ വംശം ഏത്? ഉത്തരം സൂര്യവംശം അഥവാ രഘുവംശം. ദശരഥ മഹാരാജാവിൻ്റെ പിതാവ് ആരായിരുന്നു? ഉത്തരം അജമഹാരാജാവ്. ദശരഥ മഹാരാജാവ് ഭരിച്ച രാജ്യത്തിൻ്റെ പേര് എന്ത്? ഉത്തരം കോസലം. കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏത്? ഉത്തരം അയോധ്യ. സൂര്യവംശത്തിൻ്റെ കുലഗുരു ആര്? ഉത്തരം വസിഷ്ഠൻ. ദശരഥ മഹാരാജാവിൻ്റെ മന്ത്രിമാരിൽ പ്രധാനി ആരായിരുന്നു? ഉത്തരം സുമന്ത്രൻ. ദശരഥ മഹാരാജാവിൻ്റെ പത്നിമാർ ആരെല്ലാം? ഉത്തരം കൗസല്യ, കൈകേയി, സുമിത്ര. ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയുടെ പേര് എന്ത്? ഉത്തരം ശാന്ത. ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയായ ശാന്തയെ വളർത്തുപുത്രിയായി നൽകിയത് ആർക്കായിരുന്നു? ഉത്തരം രോമപാദൻ. ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയായ ശാന്തയെ വിവാഹം ചെയ്തത് ആര്? ഉത്തരം ഋഷി ശൃംഗ മഹർഷി. കൈകേയി ഏതു രാജ്യത്തെ രാജാവിൻ്റെ പുത്രിയായിരുന്നു? ഉത്തരം കേകയം. പുത്രന്മാർ ഉണ്ടാകാനായി ദശരഥ മഹാരാജാവ് ഏത് കർമ്മമാണ് അനുഷ്ഠിച്ചത്? ഉത്തരം പുത്രകാമേഷ്ടി യാഗം. ദശരഥ മഹാരാജാവിന് പുത്രലബ്ധിക്കുള്ള ഉപായം ഉപദേശിച്ചത് ആരായിരുന്നു? ഉത്തരം വസിഷ്ഠൻ. ഏത് നദിയുടെ തീരത്ത് വച്ചാണ് പുത്രകാമേഷ്ടി യാഗം നടത്തിയത്? ഉത്തരം സരയൂ നദി തീരത്ത്. പുത്രകാമേഷ്ടി യാഗം നടത്തിയത് ആരുടെ കാർമ്മികത്വത്തിൽ ആയിരുന്നു? ഉത്തരം ഋഷി ശൃംഗ മഹർഷി. പുത്രകാമേഷ്ടി യാഗം സമാപിച്ചപ്പോൾ അഗ്നികുണ്ഡത്തിൽ നിന്നും ഉയർന്നു വന്നത് ആരായിരുന്നു? ഉത്തരം വഹ്നിദേവൻ. വഹ്നിദേവൻ ദശരഥന് നൽകിയത് എന്തായിരുന്നു? ഉത്തരം പായസം. ദശരഥപുത്രന്മാരിൽ മഹാവിഷ്ണുവിൻ്റെ അധികാംശം കൊണ്ട് ജനിച്ചത് ആര്? ഉത്തരം ശ്രീരാമൻ. ശ്രീരാമൻ്റെ മാതാവ് ആരായിരുന്നു? ഉത്തരം കൗസല്യ. ശ്രീരാമൻ അവതരിച്ച നക്ഷത്രവും നാളും ഏതെല്ലാം ആയിരുന്നു? ഉത്തരം പുണർദം നവമി. ശ്രീരാമൻ്റെ ജനന സമയത്ത് എത്ര ഗ്രഹങ്ങൾ ഉച്ചസ്ഥിതിയിലായിരുന്നു? ഉത്തരം 5. മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള ശംഖിൻ്റെ പേര് എന്ത്? ഉത്തരം പാഞ്ചജന്യം. മഹാവിഷ്ണുവിൻ്റെ ശംഖിൻ്റെ അംശം ദശരഥപുത്രന്മാരിൽ ആർക്കായിരുന്നു? ഉത്തരം ഭരതൻ.
ആദിശേഷന്റെ അംശം ദശരഥപുത്രന്മാരിൽ ആർക്കായിരുന്നു? ഉത്തരം ലക്ഷ്മണൻ. ശത്രുഘ്നനായി ജനിച്ചത് മഹാവിഷ്ണുവിന്റെ ഏത് ആയുധത്തിന്റെ അംശമായിട്ടാണ്? ഉത്തരം സുദർശന ചക്രം. കൈകേയിയുടെ പുത്രൻ ആരായിരുന്നു? ഉത്തരം ഭരതൻ. ദശരഥപുത്രന്മാരിൽ ഏറ്റവും ഇളയത് ആരായിരുന്നു? ഉത്തരം ശത്രുഘ്നൻ. ദശരഥപുത്രന്മാരിൽ ഇരട്ട കുട്ടികളെ പ്രസവിച്ചത് ആരായിരുന്നു? ഉത്തരം സുമിത്ര. സുമിത്രയുടെ പുത്രന്മാർ ആരെല്ലാം ആയിരുന്നു? ഉത്തരം ലക്ഷ്മണനും ശത്രുഘ്നനും. ദശരഥപുത്രന്മാരുടെ ജാതകം, നാമകരണം തുടങ്ങിയ സംസ്കാരങ്ങൾ നടത്തിയത് ആരായിരുന്നു? ഉത്തരം വസിഷ്ഠൻ. യാഗരക്ഷയ്ക്കായി രാമലക്ഷ്മണന്മാരെ തൻ്റെ കൂടെ അയക്കുവാൻ ദശരഥനോട് അഭ്യർത്ഥിച്ചത് ആരായിരുന്നു? ഉത്തരം വിശ്വാമിത്രൻ. വിശപ്പും ദാഹവും അറിയാതിരിക്കാനായി വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ച മന്ത്രങ്ങൾ ഏവ? ഉത്തരം ബല അതിബല. ശ്രീരാമൻ ആദ്യമായി വധിച്ച രാക്ഷസി ആരായിരുന്നു? ഉത്തരം താടക. വിശ്വാമിത്രന്റെ യാഗം മുടക്കുവാൻ വന്ന രാക്ഷസന്മാർ ആരെല്ലാം? ഉത്തരം മാരീചൻ, സുബാഹു. വിശ്വാമിത്രന്റെ യാഗം മുടക്കുവാൻ വന്ന രാക്ഷസന്മാരിൽ ശ്രീരാമനാൽ വധിക്കപ്പെട്ട രാക്ഷസൻ ആരായിരുന്നു? ഉത്തരം സുബാഹു. വിശ്വാമിത്രൻ യാഗം നടത്തിയ ആശ്രമ പ്രദേശത്തിന്റെ പേര് എന്ത്? ഉത്തരം സിദ്ധാശ്രമം. ശ്രീരാമനാൽ ശാപമോക്ഷം നൽകപ്പെട്ട മുനിപത്നി ആരായിരുന്നു? ഉത്തരം അഹല്യ. ശ്രീരാമ പാദുകങ്ങളെ എവിടെ വച്ചായിരുന്നു ഭരത ശത്രുഘ്നന്മാർ പൂജിച്ചിരുന്നത്? ഉത്തരം സിംഹാസനം. ചിത്രകൂടം വിട്ടുപോയ ശേഷം ശ്രീരാമൻ ഏത് മഹർഷിയെ ആയിരുന്നു സന്ദർശിച്ചത്? ഉത്തരം അത്രി. അത്രി മഹർഷി ആരുടെ പുത്രനായിരുന്നു? ഉത്തരം ബ്രഹ്മാവ്. അത്രി മഹർഷിയുടെ പത്നി ആര്? ഉത്തരം അനസൂയ. അത്രി മഹർഷിയുടെയും അനസൂയയുടെയും പുത്രനായി മഹാവിഷ്ണു അവതരിച്ചത് ഏതു നാമത്തിൽ ആയിരുന്നു? ഉത്തരം ദത്താത്രേയൻ. അനസൂയ സീതാദേവിക്ക് നൽകിയ വസ്തുക്കൾ എന്തെല്ലാം? ഉത്തരം അംഗരാഗം, പട്ട്, കുണ്ടലങ്ങൾ. ശ്രീരാമന്റെ വനവാസം വർണ്ണിക്കുന്നത് രാമായണത്തിലെ ഏത് കാണ്ഡത്തിലാണ്? ഉത്തരം ആരണ്യകാണ്ഡം. അത്രി മഹർഷിയുടെ ആശ്രമം പിന്നിട്ട ശേഷം ശ്രീരാമാദികൾ പ്രവേശിച്ചത് ഏത് വനത്തിലേക്ക് ആണ്? ഉത്തരം ദണ്ഡകാരണ്യം. ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ച ഉടനെ ശ്രീരാമാദികളെ എതിരിട്ട രാക്ഷസൻ ആരായിരുന്നു? ഉത്തരം വിരാതൻ. ശ്രീരാമ സന്നിധിയിൽ വെച്ച് ദേഹത്യാഗം ചെയ്ത് മോക്ഷം ലഭിച്ച മഹർഷി ആരായിരുന്നു? ഉത്തരം ശരഭംഗ ഋഷി. ശ്രീരാമൻ മഹർഷിമാരുടെ രക്ഷയ്ക്കായി എന്ത് ചെയ്യാം എന്നാണ് സത്യം ചെയ്തത്? ഉത്തരം സർവരാക്ഷസവധം. കുംഭസംഭവൻ എന്ന പേരുള്ള മഹർഷി ആരായിരുന്നു? ഉത്തരം അഗസ്ത്യൻ. സുധീഷ്ണ മഹർഷി ആരുടെ ശിഷ്യനായിരുന്നു? ഉത്തരം അഗസ്ത്യൻ. ഖരദൂഷണ ശിരാക്കളെ ശ്രീരാമൻ വധിച്ച വാർത്ത അറിഞ്ഞ മഹർഷിമാർ ലക്ഷ്മണന്റെ കയ്യിൽ എന്തെല്ലാം വസ്തുക്കൾ കൊടുത്തു? ഉത്തരം അങ്കുലീയം, ചൂടാരത്നം, കവചം. ജംബാരി ഏത് ദേവന്റെ പേരാണ്? ഉത്തരം ദേവേന്ദ്രൻ. ജടായുവിന്റെ സഹോദരൻ ആര്? ഉത്തരം സമ്പാതി. ജടായു ആരുടെ പുത്രനായിരുന്നു? ഉത്തരം സൂര്യസാരഥിയായ അരുണന്റെ പുത്രൻ. സീതാലക്ഷ്മണ സമേതനായി ശ്രീരാമൻ ആശ്രമം പണിത് താമസിച്ചത് എവിടെയായിരുന്നു? ഉത്തരം പഞ്ചവടി. ശൂർപ്പണഖയുടെ സഹോദരന്മാരായി ദണ്ഡകാരണ്യത്തിൽ താമസിച്ചിരുന്നത് ആരെല്ലാം? ഉത്തരം ഗരൻ, ദൂഷണൻ, ത്രിശിരസ്. പഞ്ചവടിയിൽ ശ്രീരാമന്റെ ആശ്രമത്തിന്റെ സമീപം ഉണ്ടായിരുന്ന നദി ഏത്? ഉത്തരം ഗൗതമി നദി. പഞ്ചവടിക്ക് ആ പേര് വന്നത് എങ്ങനെ? ഉത്തരം 5 വടവൃക്ഷങ്ങൾ ഉള്ളതിനാൽ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശൂർപ്പണഖ തനിക്ക് നേരിട്ട പീഡയെപ്പറ്റി പരാതിപ്പെട്ടത് ആരോടായിരുന്നു?
ഉത്തരം ഗരൻ. ഗരനും സഹോദരന്മാരും ശ്രീരാമനോട് എതിരിട്ടപ്പോൾ സൈന്യത്തിൽ എത്ര രാക്ഷസന്മാർ ഉണ്ടായിരുന്നു? ഉത്തരം 14,000. ഗരദൂഷണ ശിരാക്കളുമായി ശ്രീരാമൻ യുദ്ധം ചെയ്യുമ്പോൾ സീതാദേവിയെ എവിടെയായിരുന്നു താമസിപ്പിച്ചത്? ഉത്തരം ഗുഹയിൽ. ഗരദൂഷണ ശിരാക്കളെയും 14,000 രാക്ഷസന്മാരെയും ശ്രീരാമൻ വധിച്ചത് എത്ര സമയം കൊണ്ട്? ഉത്തരം 3.25 നാഴിക. അനസൂയ നൽകിയ കുറിക്കൂട്ടും പട്ടും കുണ്ടലങ്ങളും ആര് നിർമ്മിച്ചതാണ്? ഉത്തരം വിശ്വകർമാവ്. യാമിനീചരന്മാർ എന്നാൽ എന്ത്? ഉത്തരം രാക്ഷസന്മാർ. ശ്രീരാമാദികൾക്ക് മഹർഷിമാർ കൊടുത്ത വസ്തുക്കളിൽ അങ്കുലീയം ആരാണ് ധരിച്ചത്? ഉത്തരം ശ്രീരാമൻ. ശ്രീരാമാദികൾക്ക് മഹർഷിമാർ കൊടുത്ത ചൂടാരത്നം ആരാണ് ധരിച്ചത്? ഉത്തരം സീത. ശ്രീരാമാദികൾക്ക് മഹർഷിമാർ കൊടുത്ത കവചം ആര് ധരിച്ചു? ഉത്തരം ലക്ഷ്മണൻ. ഗരദൂഷണാദികൾ വധിക്കപ്പെട്ട വിവരം ശൂർപ്പണഖ ആരെയാണ് ധരിപ്പിച്ചത്? ഉത്തരം രാവണനെ. കലാശാലികൾ താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ പേര് എന്ത്? ഉത്തരം ജനസ്ഥാനം. സീതാപഹരണത്തിനായി രാവണൻ ആരുടെ സഹായമാണ് തേടിയത്? ഉത്തരം മാരീചൻ. മാരീചന്റെ മാതാവ് ആര്? ഉത്തരം താടക. ശ്രീരാമന്റെ സമീപത്തേക്ക് പോകുമ്പോൾ സീതാദേവിയുടെ രക്ഷയ്ക്ക് ആരെയായിരുന്നു ലക്ഷ്മണൻ ഏൽപ്പിച്ചത്? ഉത്തരം വനദേവതമാരെ. രാവണന്റെ വെട്ടേറ്റ് ജടായു മരിക്കാതിരിക്കാൻ എന്തായിരുന്നു കാരണം? ഉത്തരം സീതയുടെ അനുഗ്രഹം. ശ്രീരാമനെ കാണാതെ മരിക്കില്ല എന്ന് സീതാദേവി വരം കൊടുത്തിരുന്നു. കബന്ധമോക്ഷാനന്തരം ശ്രീരാമ ലക്ഷ്മണന്മാർ കണ്ടുമുട്ടിയ തപസ്വി ആരായിരുന്നു? ഉത്തരം ശബരി. രാവണന്റെ ഖഡ്ഗത്തിന്റെ പേര് എന്ത്? ഉത്തരം ചന്ദ്രഹാസം. വിരാതൻ ആരായിരുന്നു? ഉത്തരം വിദ്യാധരൻ എന്ന ഗന്ധർവൻ. അശോകവനത്തിൽ ഏത് വൃക്ഷച്ചുവട്ടിലാണ് സീതാദേവി ഇരുന്നത്? ഉത്തരം ശിംശബ വൃക്ഷം. ജടായുവിന് ശ്രീരാമൻ നൽകിയ അനുഗ്രഹം എന്തായിരുന്നു? ഉത്തരം സാരൂപ്യമോക്ഷം. സീതയെ തേടി നടന്ന രാമലക്ഷ്മണന്മാരെ ആക്രമിക്കാൻ വന്ന രാക്ഷസൻ ആരാണ്? ഉത്തരം കബന്ധൻ. ശബരി എവിടെയാണ് താമസിച്ചിരുന്നത്? ഉത്തരം മാതംഗ മഹർഷിയുടെ ആശ്രമത്തിൽ. ശബരി ശ്രീരാമലക്ഷ്മണന്മാർക്ക് എന്താണ് നൽകിയത്? ഉത്തരം ഫലമൂലാദികൾ. ശ്രീരാമൻ മോക്ഷകാരണമായി ശബരിയോട് ഉപദേശിച്ചത് എന്താണ്? ഉത്തരം ഭഗവത് ഭക്തി. ശബരിയുടെ ഗുരുക്കന്മാർക്ക് ലഭിക്കാത്ത എന്തു ഭാഗ്യമാണ് ശബരിക്ക് ലഭിച്ചത്? ഉത്തരം ശ്രീരാമ ദർശനം. സീതാന്വേഷണത്തിൽ ആരുമായി സഖ്യം ചേരാനാണ് ശബരി ശ്രീരാമനോട് പറഞ്ഞത്? ഉത്തരം സുഗ്രീവൻ. ശബരി ദേഹത്യാഗം ചെയ്തത് എങ്ങനെ ആയിരുന്നു? ഉത്തരം അഗ്നിപ്രവേശം ചെയ്ത്. കബന്ധൻ ആരുടെ ശാപം മൂലമാണ് രാക്ഷസനായി മാറിയത്? ഉത്തരം അഷ്ടവക്രന്റെ ശാപം മൂലം. കബന്ധൻ പൂർവജന്മത്തിൽ ആരായിരുന്നു? ഉത്തരം ഗന്ധർവൻ. കബന്ധന്റെ തലയറത്ത് കളഞ്ഞത് ആരാണ്? ഏത് ആയുധം ഉപയോഗിച്ച്? ഉത്തരം ദേവേന്ദ്രൻ. വജ്രായുധം ഉപയോഗിച്ച്. കബന്ധന്റെ ശിരസ് അറുത്തിട്ടും മരിക്കാതിരിക്കുന്നത് ആരുടെ അനുഗ്രഹത്താലാണ്? ഉത്തരം ബ്രഹ്മാവ്. സുമിത്ര ലക്ഷ്മണന് നൽകിയ ഉപദേശം എന്തായിരുന്നു? ഉത്തരം രാമം ദശരഥം വിദ്ധിയും യഥാസുഖം. രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ്? ഉത്തരം രാമം ദശരഥം വിദ്ധിയും യഥാസുഖം. ഷഡ്ഭാവങ്ങൾ ഏതെല്ലാം? ഉത്തരം ജനനം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം. ശബരി ആശ്രമത്തിൽ നിന്ന് രാമലക്ഷ്മണന്മാർ എവിടേക്കാണ് പോയത്? ഉത്തരം പമ്പാസരസ്. സുഗ്രീവൻ എവിടെയാണ് താമസിക്കുന്നത്? ഉത്തരം ഋഷ്യമുഖാചലം.
സുഗ്രീവന്റെ പിതാവ് ആരാണ്? ഉത്തരം സൂര്യദേവൻ. രാമലക്ഷ്മണന്മാരുടെ അടുത്തേക്ക് സുഗ്രീവൻ അയച്ചത് ആരെയാണ്? ഉത്തരം ഹനുമാനെ. ഹനുമാൻ ഏതു വേഷം ധരിച്ചാണ് രാമലക്ഷ്മണന്മാരുടെ അടുത്തെത്തിയത്? ഉത്തരം വിപ്രവേഷം. ഹനുമാന്റെ മാതാപിതാക്കൾ ആരെല്ലാം? ഉത്തരം വായുദേവനും അഞ്ജനയും. ബാലി ആരുടെ പുത്രനാണ്? ഉത്തരം ദേവേന്ദ്രന്റെ. ബാലിയുടെ ഭാര്യയുടെ പേര് എന്ത്? ഉത്തരം താര. ബാലിയുടെ മകന്റെ പേര് എന്ത്? ഉത്തരം അംഗദൻ. ബാലിയുടെ രാജ്യത്തിന്റെ പേര് എന്ത്? ഉത്തരം കിഷ്കിന്ധ. സുഗ്രീവൻ ശ്രീരാമനോട് എന്ത് സഹായമാണ് അഭ്യർത്ഥിച്ചത്? ഉത്തരം ബാലിവധം. രാമസുഗ്രീവ സഖ്യത്തിന്റെ സാക്ഷി ആരാണ്? ഉത്തരം അഗ്നിദേവൻ. പഞ്ചവാനരന്മാർ ആരെല്ലാമാണ്? ഉത്തരം സുഗ്രീവൻ, ജാംബവാൻ, ഹനുമാൻ, ജ്യോതിർമുഖൻ, വേഗദർശി. സീത ഉത്തരീയത്തിൽ പൊതിഞ്ഞ് കീഴ്പോട്ടെറിഞ്ഞ ആഭരണങ്ങൾ ശ്രീരാമന് നൽകിയത് ആരാണ്? ഉത്തരം സുഗ്രീവൻ. ബാലിയെ പോരിന് വിളിച്ച അസുരനായ മായാവി ആരുടെ പുത്രനാണ്? ഉത്തരം മയൻ. ഋഷ്യമുഖ ജലത്തിൽ കടന്നാൽ തല പൊട്ടിത്തെറിക്കുമെന്ന് ഏത് മഹർഷിയാണ് ബാലിയെ ശപിച്ചത്? ഉത്തരം മാതംഗ മഹർഷി. ബാലിയാൽ വധിക്കപ്പെട്ട ഏത് അസുരന്റെ അസ്ഥികൂടമാണ് ശ്രീരാമൻ കാൽവിരൽ കൊണ്ട് 10 യോജന ദൂരത്തേക്ക് തോണ്ടിയെറിഞ്ഞത്? ഉത്തരം ദുന്ദുബി. ഒരു അസ്ത്രത്താൽ ലക്ഷ്യം ഭേദിക്കാനായി സുഗ്രീവൻ ശ്രീരാമന് കാണിച്ചു കൊടുത്തത് എന്തായിരുന്നു? ഉത്തരം സപ്തസാലങ്ങൾ. ബാലിയെ യുദ്ധത്തിന് വിളിക്കാൻ ആരാണ് സുഗ്രീവനോട് പറഞ്ഞത്? ഉത്തരം ശ്രീരാമൻ. ബാലി സുഗ്രീവ യുദ്ധത്തിൽ സുഗ്രീവനെ തിരിച്ചറിയുവാനായി ശ്രീരാമൻ സുഗ്രീവന് നൽകിയത് എന്ത്? ഉത്തരം പുഷ്പമാല. ബാലിയുടെ മറ്റു പേരുകൾ എന്തെല്ലാം? ഉത്തരം വൃത്രാരിപുത്രൻ, ശക്രാത്മജൻ. മിത്രാത്മജൻ ആരുടെ പേരാണ്? ഉത്തരം സുഗ്രീവൻ. സുഗ്രീവനുമായി രണ്ടാമത് യുദ്ധത്തിന് പുറപ്പെട്ട ബാലിയെ ആരാണ് തടഞ്ഞത്? ഉത്തരം താര. ബാലിയുടെ കഴുത്തിലുള്ള മാല ആര് നൽകിയതാണ്? ഉത്തരം ദേവേന്ദ്രൻ. ശ്രീരാമൻ ബാലിയെ വധിച്ചത് ഏത് അസ്ത്രത്താലാണ്? ഉത്തരം മഹേന്ദ്രാസ്ത്രം. ബാലിയുടെ മരണശേഷം കിഷ്കിന്ധയിലെ രാജാവും യുവരാജാവും ആയത് ആരൊക്കെ? ഉത്തരം സുഗ്രീവൻ, അംഗദൻ. ശ്രീരാമ ലക്ഷ്മണന്മാർ വർഷകാലമായ ചാതുർമാസത്തിൽ എവിടെയാണ് താമസിച്ചത്? ഉത്തരം പ്രവർഷണ പർവ്വതം. ശ്രീരാമൻ സീതാന്വേഷണ കാര്യം സുഗ്രീവനെ ഓർമ്മിപ്പിക്കാൻ ആരെയാണ് പറഞ്ഞുവിട്ടത്? ഉത്തരം ലക്ഷ്മണനെ. ഋഷകുലാധിപൻ ആരാണ്? ആരുടെ പുത്രനാണ്? ഉത്തരം ജാംബവാൻ, ബ്രഹ്മാവിന്റെ പുത്രൻ. സീതാന്വേഷണത്തിന് വാനരന്മാർക്ക് എത്ര ദിവസം സമയവും കണ്ടുപിടിക്കാത്തവർക്ക് എന്ത് ശിക്ഷയുമാണ് സുഗ്രീവൻ വിധിച്ചത്? ഉത്തരം 30 ദിവസം മരണശിക്ഷ. ദക്ഷിണ ദിക്കിലേക്ക് പോയ ഹനുമാൻ വശം സീതയ്ക്ക് വിശ്വാസം വരാനായി ശ്രീരാമൻ എന്താണ് കൊടുത്തയച്ചത്? ഉത്തരം രാമനാമം കൊത്തിയ അങ്കുലീയം. സീതാന്വേഷണത്തിന് പുറപ്പെട്ട വാനരന്മാർ ചെന്നെത്തിയ ഗുഹയിൽ ആരാണ് താമസിച്ചിരുന്നത്? ഉത്തരം സ്വയംപ്രഭ. വാനരന്മാർ ഗുഹയിൽ എന്ത് അന്വേഷിച്ചാണ് പ്രവേശിച്ചത്? ഉത്തരം ദാഹജലം. ഹേമയുടെ പിതാവ് ആരാണ്? ഉത്തരം വിശ്വകർമാവ്. ഹേമയ്ക്ക് ദിവ്യഹർമ്മ്യം നൽകിയത് ആരാണ്? ഉത്തരം പരമശിവൻ. പരമശിവൻ എന്തിനാണ് ഹേമയ്ക്ക് ദിവ്യഹർമ്മ്യം നൽകിയത്? ഉത്തരം ഹേമയുടെ നൃത്തം. ഹേമ ഈ സ്ഥലം ഉപേക്ഷിച്ച് എങ്ങോട്ടാണ് പോയത്? ഉത്തരം ബ്രഹ്മലോകം. ശ്രീരാമ സന്നിധിയിൽ എത്തിയ സ്വയംപ്രഭയോട് എവിടെ പോയി തപസ്സനുഷ്ഠിച്ച് മോക്ഷം നേടാനാണ് ശ്രീരാമൻ ഉപദേശിച്ചത്?
ഉത്തരം ബദര്യാശ്രമം. സ്വയംപ്രഭയുടെ പിതാവ് ആര്? ഉത്തരം ഗന്ധർവൻ. ദക്ഷിണവാരിധി തീരത്തെത്തിയ വാനരന്മാർ സീതയെ കാണാത്ത നിരാശ മൂലം എന്ത് ചെയ്യാനാണ് ഒരുങ്ങിയത്? അപ്പോൾ അവരെ ആരാണ് ഭക്ഷിക്കാൻ വന്നത്? ഉത്തരം പ്രായോപവേശം, സമ്പാദി. ജടായുമായി മത്സരിച്ച് ഉയരത്തിൽ പറന്ന സമ്പാദിയുടെ ചിറകുകൾക്ക് എന്ത് സംഭവിച്ചു? ഉത്തരം സൂര്യരശ്മിയാൽ തീപിടിച്ചു. ചിറകു കരിഞ്ഞു വീണ സമ്പാദിയെ ആരാണ് സമാശ്വസിപ്പിച്ചത്? ഉത്തരം നിശാകര മുനി. സമ്പാദിയോട് തങ്ങളുടെ ആഗമനോദ്ദേശം പറഞ്ഞത് വാനരന്മാരിൽ ആര്? ഉത്തരം അംഗദൻ. രഘുവംശം അഥവാ സൂര്യവംശത്തിന്റെ കുലഗുരു ആര്? ഉത്തരം വസിഷ്ഠ മഹർഷി. വിദേഹ രാജ്യത്തിന്റെ രാജാവ് ആര്? ഉത്തരം ജനകൻ. രാമായണം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഉത്തരം രാമന്റെ അയനം അഥവാ രാമന്റെ യാത്ര. രാമായണം ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഇതിഹാസം. അധ്യാത്മ രാമായണം രചിച്ചത് ആര്? ഉത്തരം എഴുത്തച്ഛൻ. തമിഴ് ഭാഷയിൽ എഴുതപ്പെട്ട രാമായണം ഏത്? ഉത്തരം കമ്പരാമായണം. വാത്മീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ഉത്തരം വള്ളത്തോൾ. വാത്മീകിയുടെ പൂർവനാമം എന്ത്? ഉത്തരം രത്നാകരൻ. മാനിന്റെ വേഷത്തിൽ സീതയെ ആകർഷിക്കാൻ വന്ന രാക്ഷസൻ ആര്? ഉത്തരം മാരീചൻ. രാവണന്റെ വാളിന്റെ പേര് എന്ത്? ഉത്തരം ചന്ദ്രഹാസം. വിദേഹ രാജ്യത്തിന്റെ തലസ്ഥാനം ഏത്? ഉത്തരം മിഥിലാപുരി. രാമരാജ്യ സങ്കല്പം ആരുടേതാണ്? ഉത്തരം ഗാന്ധിജി. അഹല്യയെ കബളിപ്പിക്കാൻ ചെന്ന ദേവൻ ആര്? ഉത്തരം ദേവേന്ദ്രൻ. അപ്പൊ പരശുരാമന്റെ വംശം ഏത്? ഉത്തരം ഭൃഗുവംശം. പരശുരാമന്റെ മാതാപിതാക്കൾ ആരെല്ലാം? ഉത്തരം രേണുക, ജമദഗ്നി. പരശുരാമന്റെ പ്രധാന ആയുധം ഏത്? ഉത്തരം പരശു അല്ലെങ്കിൽ വെൺമഴു. പരശുരാമൻ ആരുടെ ശിഷ്യനായിരുന്നു? ഉത്തരം പരമശിവൻ. പരശുരാമനാൽ വധിക്കപ്പെട്ട രാജാവ് ആര്? ഉത്തരം കാർത്തവീരാർജുനൻ. പരശുരാമനാൽ 21 വട്ടം കൊന്നൊടുക്കപ്പെട്ടത് ഏത് വംശം? ഉത്തരം ക്ഷത്രിയ വംശം. പരശുരാമൻ തപസ് ചെയ്തു കൊണ്ടിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം മഹേന്ദ്രപർവ്വതം. പരശുരാമൻ ശ്രീരാമന് നൽകിയ ചാപം ഏതാണ്? ഉത്തരം വൈഷ്ണവ ചാപം. വിവാഹശേഷം അയോധ്യയിൽ എത്തിയ ഭരതനും ശത്രുഘ്നനും എവിടേക്കായിരുന്നു പോയത്? ഉത്തരം കേകയ രാജ്യം. ഭരതന്റെ മാതുലന്റെ പേര് എന്ത്? ഉത്തരം യുധാജിത്ത്. ശ്രീരാമ അവതാരം ഉണ്ടായത് ഏത് യുഗത്തിൽ ആയിരുന്നു? ഉത്തരം ത്രേതായുഗത്തിൽ. ശ്രീരാമന് രാഘവൻ എന്ന പേര് ലഭിച്ചത് ഏത് വംശത്തിൽ ജനിച്ചതിനാൽ ആണ്? ഉത്തരം രഘുവംശം. ദശരഥന്റെ അസ്ത്രമേറ്റ് കൊല്ലപ്പെട്ട മുനികുമാരന്റെ പേര് എന്ത്? ഉത്തരം ശ്രവണകുമാരൻ. വിശ്വാമിത്രൻ എവിടെയാണ് യാഗം നടത്തിയത്? ഉത്തരം സിദ്ധാശ്രമം. ശ്രീരാമ പട്ടാഭിഷേകം മുടക്കുവാൻ ദേവന്മാർ സമീപിച്ചത് ആരെയാണ്? ഉത്തരം സരസ്വതി. ശ്രീരാമന്റെ അവതാര രഹസ്യം അയോധ്യാവാസികളെ ബോധ്യപ്പെടുത്തിയത് ആരായിരുന്നു? ഉത്തരം വാമദേവൻ. വനവാസത്തിൽ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളെക്കുറിച്ച് ലക്ഷ്മണന് ഉപദേശം നൽകിയത് ആര്? ഉത്തരം സുമിത്ര. വനവാസത്തിന് ഇറങ്ങിയ ശ്രീരാമാദികളെ തേരിലേറ്റി കൊണ്ടുപോയത് ആരായിരുന്നു? ഉത്തരം സുമന്ത്രൻ. യുദ്ധത്തിൽ വെച്ച് ദശരഥന്റെ രഥത്തിന്റെ ചക്രത്തിന്റെ കീരം നഷ്ടപ്പെട്ടപ്പോൾ കൈകേയി ആ സ്ഥാനത്ത് എന്താണ് വെച്ചത്? ഉത്തരം സ്വന്തം ചെറുവിരൽ.
ഹസത്യശ്വിരത മഹാബലം ഇത് ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ചതുരംഗപ്പട. ദശരഥൻ ഏത് മൃഗം ആണെന്ന് തെറ്റിദ്ധരിച്ചാണ് മുനികുമാരന് നേരെ അസ്ത്രം അയച്ചത്? ഉത്തരം കാട്ടാന. ദശരഥന്റെ മൃതദേഹം എണ്ണത്തോണിയിൽ സൂക്ഷിക്കാൻ ആരാണ് നിർദ്ദേശിച്ചത്? ഉത്തരം വസിഷ്ഠൻ. ഭർത്താവിനെ കൊന്ന നിർദ്ദയയും ദുഷ്ടയും ആയ കൈകേയി ഏതു നരകത്തിൽ പതിക്കും എന്നാണ് ഭരതൻ പറഞ്ഞത്? ഉത്തരം കുംഭീഭാഗം. ശബ്ദം കേൾക്കുന്ന ദിക്കിനെ ലക്ഷ്യമാക്കി അയക്കുന്ന അസ്ത്രം ഏത്? ഉത്തരം ശബ്ദഭേദി. വനത്തിലേക്ക് പുറപ്പെട്ട ഭരതനും കൂട്ടരും ആദ്യം എവിടെയാണ് എത്തിയത്? ഉത്തരം ശൃംഗിരി വേരം. രാമലക്ഷ്മണന്മാർക്ക് ജട പിരിക്കുവാനായി ഈ ഗുഹൻ കൊണ്ടുവന്ന് കൊടുത്തത് എന്ത്? ഉത്തരം വടക്ഷീരം അല്ലെങ്കിൽ പേരാലിന്റെ കറ. ശ്രീരാമൻ എവിടെ വസിക്കുന്നതായിട്ടാണ് ഗുഹൻ ഭരതനോട് പറഞ്ഞത്? ഉത്തരം ചിത്രകൂട പർവ്വതം. ഗംഗാനദി കടന്ന ശേഷം ശ്രീരാമൻ സന്ദർശിച്ചത് ഏത് മഹർഷിയെ ആയിരുന്നു? ഉത്തരം ഭരദ്വാജൻ. വാൽമീകി ആരുടെ പുത്രൻ ആണ്? ഉത്തരം വരുണൻ. ഭരതന്റെ വനാഗമന ഉദ്ദേശം യഥാർത്ഥമായി അറിഞ്ഞ ഗുഹൻ ഭരതനോട് തോന്നിയ മനോവികാരം എന്തായിരുന്നു? ഉത്തരം ഭക്തി. ഭരദ്വാജ മഹർഷി ആരുടെ സഹായം കൊണ്ടായിരുന്നു ഭരതാദികളെ സൽക്കരിച്ചത്? ഉത്തരം കാമധേനു. ശ്രീരാമൻ പിതാവിന് സമർപ്പിച്ച പിണ്ഡം എന്തുകൊണ്ടുള്ളതായിരുന്നു? ഉത്തരം ഇങ്കുതിയുടെ പിണ്ണാക്ക് തേനിൽ കുഴച്ച് ഉണ്ടാക്കിയ അന്നം. അയോധ്യയിലേക്ക് തിരിച്ചു വരാൻ ഭരതൻ നിർബന്ധിപ്പിച്ചപ്പോൾ ശ്രീരാമന്റെ അവതാര രഹസ്യം ധരിപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം വസിഷ്ഠൻ. 14 സംവത്സരം പൂർത്തിയാക്കി പിറ്റേ ദിവസം ശ്രീരാമൻ അയോധ്യയിലേക്ക് മടങ്ങി എത്തിയില്ലെങ്കിൽ എന്തു ചെയ്യുമെന്നായിരുന്നു ഭരതന്റെ ശപഥം? ഉത്തരം അഗ്നിപ്രവേശം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ വീണ്ടും വീണ്ടും കാണുക, ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്നായി പഠിക്കുക. ഇനി വരാൻ പോകുന്ന വീഡിയോസ് മറക്കാതെ കാണുക. ഇതുപോലെയുള്ള മറ്റ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടെ തന്നെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക.